ഇരിക്കെ. കല്യാണി, കല്യാണി, നീ അയ്യോ എന്താ ഇത്? നീ കരയാ? ആനന്ദ് എന്താ കൊച്ചുകുട്ടിയാണോ ആരെങ്കിലും പിടിച്ചോണ്ട് പോവാൻ? അത്യാവശ്യമായിട്ട് ഓഫീസ് കാര്യമായിട്ട് വല്ലതും യാത്ര പോയിട്ടുണ്ടാവും. ഇല്ല, എന്നോട് പറയാതെ വല്യൂഞ്ഞി പോവില്ല, അതെനിക്ക് ഉറപ്പാ. കല്യാണി, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളല്ലേ, അവര് നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ബിസിനസ് മീറ്റിനോ മറ്റോ പോയിട്ടുണ്ടാവും. കല്യാണിയെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ നീ വിശ്വസിക്കുക കല്യാണി. പണ്ടായാലും ബിസിനസ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആനന്ദിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും നിനക്ക് അറിയാവുന്നതല്ലേ. ഞാൻ വിശ്വസിക്കാൻ ശ്രമിച്ചാലും എന്റെ മനസ്സ് വിശ്വസിക്കില്ലത്. മാത്രമല്ല, ദിവസക്കൂലിക്കാരന് എന്ത് ബിസിനസ് മീറ്റിംഗാ? അനിയങ്കുഞ്ഞെ, എനിക്കെന്റെ വലിയ കുഞ്ഞിനെ വേണം. കൊണ്ടുതരണം അനിയങ്കുഞ്ഞ്. വേറെ ആരോടും പറയാനില്ല എനിക്ക്. അമ്മയില്ല, അച്ഛൻ കളഞ്ഞിട്ട് പോയി കല്യാണി. ഇപ്പതേ എന്റെ വലിയ കുഞ്ഞും. ഭർത്താവിനെ കാണാനില്ലെന്ന് ഭർത്താവിന്റെ അമ്മയോട് പോയി പറഞ്ഞപ്പോ നീ ആരാണെന്നുള്ള ഒരു ചോദ്യം. അതെ, ഞാനാരാ? ഒരു ബന്ധത്തിനെ കണക്കെടുത്തിട്ടില്ല ഞാൻ. ഈ നിൽക്കുന്ന കുഞ്ഞനുജനെ പോലെ ഒരു കൂടപ്പിറപ്പായി കണ്ട് ചോദിക്കുക, എവിടെ എന്റെ വല്യൂഞ്ഞ്? എനിക്ക് എന്റെ വല്യൂഞ്ഞിനെ വേണം. എനിക്കെന്റെ വല്യൂഞ്ഞിനെ വേണം. എനിക്കെന്റെ വല്യൂഞ്ഞിനെ തിരികെ തരണം. ഇല്ലെങ്കിൽ കല്യാണി വേറെ ഒരു വട്ടപ്പൂജയായി പോവും. എന്താ കല്യാണി ഇത്? ഏട്ടത്തിയമ്മ അമ്മയ്ക്ക് തുല്യ. അങ്ങനെയുള്ള ഏട്ടത്തിയമ്മ എന്റെ കാല് പിടിക്കേ. പാവമായി പോ. അമ്മയ്ക്ക് കല്യാണി വാലിക്കാരോ ഡ്രൈവറുടെ മോളോ ഒക്കെ ആയിക്കോട്ടെ. അന്തസ്സിനും കുലമഹിമയ്ക്ക് ചേരത്തോളൂ എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്റെ ബ്രോ താലി കെട്ടിയ നിമിഷം മുതൽ കല്യാണി എന്റെ ഏട്ടത്തിയാ. ഏട്ടത്തി ഇനി തൃച്ചംബര അഗ്നിശുദ്ധി കൽപ്പിച്ചാ പോലും പരിത്യജിക്കാൻ ഒരുങ്ങിയ ഏട്ടനെ തിരുത്താൻ കഴിയാതെ പോയ ഒരു അഭിനവ ലക്ഷ്മണനൊന്നും അല്ല ഞാൻ. തിരുത്താൻ തന്റെ ഇടമുള്ള അനുജൻ തന്നെ. ഒന്നെനിക്കറിയാം, പുരാണത്തിലെ രാമൻ സീതയെ ഉപേക്ഷിച്ചാലും ഈ സീതയെ ഉപേക്ഷിക്കാൻ തൃച്ചംബരത്തെ രാമൻ തയ്യാറാവില്ല. ആ ഏട്ടന്റെ മനസ്സറിയാവുന്നതന്നെ ഞാനിച്ച്. കല്യാണിയില്ലാതെ ഒരാനന്ദകൃഷ്ണനില്ല. പിന്നെ എന്തിനാ എന്റെ ഏട്ടത്തിങ്ങനെ പറയണേ? ഞാൻ ഫോൺ വിളിച്ചിട്ട് പോലും എന്ത് ഫോണ്? കല്യാണി, ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും. ആനന്ദ് വൈകാതെ മടങ്ങി വീട്ടിലെത്തും. കല്യാണി, ഞാൻ വിളിച്ച വിളിയേക്കാത്ത ദൂരത്തേക്കൊന്നും എന്റെ ബ്രോയ്ക്ക് പോകാൻ പറ്റില്ല. പോയാ പിന്നെ അരവിന്ദില്ല.
ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന അത്ര. കല്യാണി, നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. സുവർണന സുവർണം ഞാൻ അങ്ങോട്ട് വരാം. സുവർണനെ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ ഇത് കല്യാണി? പോയി ഫ്രഷായി നിന്റെ വിളിപ്പുറത്തമ്മയെ പ്രാർത്ഥിച്ചിട്ട് വാ. ചെല്ല് കല്യാണി, അപ്പോഴേക്കും ആനന്ദിങ്ങി വരും. ചെല്ല. വെറുതെ അനിയൻകുട്ടനെയും കൂടി ടെൻഷൻ അടുപ്പിക്കരുത്. ചെല്ല, ഞങ്ങളൊക്കെ ഇല്ലേ കല്യാണി? അനിയൻകുട്ട, നിങ്ങള് ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ സുജാതയോട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ പറയാം. വേണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ശരി. സുവർണ, എന്താ അരവിന്ദ്, ഇവിടെ എന്താ പറ്റിയത്? എനിക്കറിയില്ല. സുവർണം ബ്രോയെ വിളിച്ചോ? നീ വിളിച്ചു പറഞ്ഞ സമയം മുതൽ ഞാൻ ആനന്ദിനെ ട്രൈ ചെയ്യാ. സ്വിച്ച് ഓഫാ. ഈ ബ്രോ ഇത് എവിടെ പോയി കിടക്കുക? കല്യാണി അതവിടെ തകർന്നിരിക്കുക. ബ്രോ എന്നെ പോലെ ഒരാളായിരുന്നെങ്കിൽ 1-2 ദിവസം വരാതെ ഫോൺ ചെയ്യാതിരുന്ന ആർക്കൊരു ഫീൽ ആവില്ലായിരുന്നു. ഇതിപ്പോ ബ്രോ അങ്ങനെ ഒരാളല്ല. സുവർണ, ഒരു സെക്കൻഡ് പോകുന്തോറും എന്റെ ശരീരം തളര. അരവിന്ദേ, ഞാൻ ശബരി അവരെ വിളിച്ചു നോക്കി. അവനും ആനന്ദിനെ കുറിച്ച് ഒരു അറിവുമില്ല. അല്ല, നമുക്ക് ബ്രോയുടെ കമ്പനിയിലൊന്ന് പോയി നോക്കിയാലോ? ആനന്ദ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ പോയിട്ടാ ഞാൻ വരുന്നത്. അവിടെ സെക്യൂരിറ്റി മാത്രമേ വന്നിട്ടുള്ളൂ. അഖിലാന്റി അറിഞ്ഞില്ലേ? അമ്മയ്ക്കിപ്പോ ഇങ്ങനൊരു മകനില്ലല്ലോ. അതും മാത്രമല്ല, ഒരു വാലിക്കാരി മരുമകളാവുന്നേക്കാട്ട് നല്ലത് മകന്റെ. എന്തൊക്കെയാ അരവിന്ദ് ഈ പറയുന്നത്? പിന്നെ എല്ലാരും കൂടി എന്റെ ബ്രോയോട് കാണിച്ച് നീതിയാണെന്ന് ഞാൻ പറയണോ? നന്ദൻ എന്റെ കയ്യും കാലും പറക്കിയ ബ്രോയെ എവിടെയാണെങ്കിലും കൂട്ടിക്കൊണ്ടുവരാന്നൊരു പാവം പെടലോട് വാക്ക് കൊടുത്തിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അരവിന്ദേ, വാ, നമുക്ക് ആനന്ദിനെ ഒന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ വേണ്ട, അരവിന്ദ് ഇപ്പോ വരണ്ട. ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി ഞാൻ വിളിക്കാം. നന്ദനെ അരവിന്ദിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു. ശരി, അരവിന്ദ് വാ. ചെല്ല്. ഛേ,
എന്റെ വല്യുഞ്ഞിനെ കാണാനില്ല. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ? ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാതെ പറ്റുന്നില്ല എനിക്ക്. എന്തിനാ എന്നെ ഇങ്ങനെ പിന്നെയും പിന്നെയും പരീക്ഷിക്കണേ? ഇതിനു വേണ്ടി എന്ത് മുജ്ജന്മ പാപോ ഞാൻ ചെയ്ത് എന്റെ വല്യുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയ ഞാൻ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കും തോന്നുന്നുണ്ടോ? നോക്കിക്കോ, വിധി എന്നെ തോൽപ്പിക്കാൻ വന്ന ആ വിധിയെ ഞാൻ തോൽപ്പിക്കും. അതല്ലാതെ മറ്റൊരു വഴിയില്ല കല്യാണിക്ക്. ഇനി എന്നെ പരീക്ഷിക്കില്ലേ ദേവി? മോനെ കാണാനില്ലെങ്കിൽ സാധാരണ അമ്മമാരാ ടെൻഷൻ അടിച്ച് നടക്കുന്നത്. ഇവിടെ അമ്മ കൂളായി ഫയല് നോക്കുന്നു. കണ്ട ആനന്ദിന് പ്രസവിച്ചത് ഇങ്ങേരാണെന്ന് തോന്നും. ആ തൃച്ചംബരം അല്ലേ, എല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ആ പിന്നെ ചേച്ചി, ഞാൻ രാവിലെ ഔട്ട് ഹൗസ് വരെ ഒന്ന് പോയായിരുന്നേ. ആനന്ദ് ഈ നേരം വരെ വന്നിട്ടില്ല. ഇവൻ ഇത് എവിടെ പോയോ എന്തോ. അരവിന്ദ് ഒരു വിവരമില്ല. ഇവൻ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? മനുഷ്യൻ ഇവിടെ തീ തീറ്റിക്കാനായിട്ട്. എത്ര പേരുടെ മനസ്സാ ഇങ്ങനെ ഉരുകുന്നത്. അയ്യോ, സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ ചേച്ചി. ഞാൻ എടുത്തു വളർത്തിയ കുഞ്ഞല്ലേ അവൻ. ഈശ്വരാ, ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. ദേ, അരവിന്ദാണ് 1-2 ദിവസം വരാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം അവൻ പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. വല്ല കൂട്ടുകാരുടെ അടുത്തും പോയി ഒരുപക്ഷെ എന്തെങ്കിലും ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് 1-2 ദിവസം ബോധമില്ലാതെ കിടന്നെന്ന് കേട്ടാലും അതിലൊന്നും ഒരു പുതുമയില്ല. ആന്റി, അയ്യോ മോളെ നന്ദനെ, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ആന്റി. അരവിന്ദായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കാലോ എന്ന് കരുതി പറഞ്ഞു പോയതാ ഞാൻ. അതെ ചേച്ചി, നമുക്കാർക്കും അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ നടന്നു കാണും. അതിപ്പോ ആരോടും പറയാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഗത്യന്തരം ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോ അവൻ ഇറങ്ങി ഏതെങ്കിലും വഴിക്ക് പോയതായിരിക്കും. ഷോ, ചെറുക്കം വല്ല കടുങ്കയും ചെയ്തു കളയുമെന്നായി എന്റെ പേടി. ഈശ്വര, കുഞ്ഞിനൊരു ദുർബുദ്ധിയും തോന്നല്ലേ. അമ്മേ,
അമ്മേ, എനിക്കെന്റെ ബ്രോയെ വേണം. ബ്രോയോ? ഇന്നലെ പാതിരാത്രി കഥയിൽ തട്ടി വിളിച്ച് ഒരുത്തി ചോദിച്ചത് അവൾക്ക് അവളുടെ ഭർത്താവിന് വേണമെന്ന. ഇപ്പോ നിനക്ക് നിന്റെ ബ്രോയെ വേണം. നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അമ്മേ, ഞാനൊരു തർക്കത്തിനോ വഴക്കിനോ ഒന്നിനുമില്ല. എനിക്കെന്റെ ബ്രോയെ വേണം, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അരവിന്ദ്, നീ എന്നെ വീണ്ടും കോമാളിയാക്കാണോ? ഞാൻ ആരെ എങ്ങും പൂഴ്ത്തി വെച്ചിട്ടില്ല. കൃഷ്ണേട്ടൻ എന്താ ഇതൊന്നും കേൾക്കുന്നില്ലേ? അച്ഛനൊന്നും പറയില്ല. അരവിന്ദ്, അരവിന്ദ് പ്ലീസ്, എന്തൊക്കെയാ അരവിന്ദ് ഈ പറയുന്നേ? നീ തന്നെ നോക്കണേ, ഈ രണ്ടുപേരും മാറി മാറി നോക്ക്. മകനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ തകർന്നിരിക്കുന്ന ആ അച്ഛന്റെ മുഖഭാവം നീ ശ്രദ്ധിച്ചില്ലേ? ആ മുഖഭാവമാണ് ഈ അമ്മയ്ക്ക്. അണിഞ്ഞൊരുങ്ങി പൂവും ചൂടി നിക്കണ നോക്ക്. വല്ല കൂസലുണ്ടായി മുഖത്ത്. സ്വന്തം മകനെ കാണാതായ ഒരു പെറ്റമ്മയുടെ വേദനയുണ്ടോ ആ മുഖത്ത്? അരവിന്ദ്, അരവിന്ദ് ഒന്ന് അടങ്ങ്. അരവിന്ദ്, വേണ്ട. നീ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ ബ്രോയെ കാണാതായതിന്റെ പിന്നിൽ എനിക്ക് സംശയം അമ്മ. അരവിന്ദ്, മോനെ കാണാത്ത ദുഃഖത്തില് തകർന്നിരിക്കുക ചേച്ചി. അതിനിടയ്ക്ക് നീ ആവശ്യമില്ലാത്തത് പറഞ്ഞ ദൈവം പോലും പൊറുക്കില്ല നിന്നോട്. തൃച്ചംബരത്തിന്റെ തകർച്ചൊരു ആഘോഷമാക്കുന്ന മനസ്സുമായി നിൽക്കുന്ന നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുത്. സത്യം പറയാമേ, അമ്മ എന്റെ ബ്രോയെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നല്ല ചോദ്യം. പക്ഷേ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്നല്ല, ഒളിപ്പിച്ചു വച്ചത് എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. ചോദ്യം ന്യായമാണ്. കാരണം അവനെ ഒളിപ്പിച്ചു വെച്ചത് നീ കണ്ടിട്ടില്ല. 10 മാസം എന്റെ വയറ്റിൽ ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചു. അതുപോലെ തന്നെ നിന്നെയും. പക്ഷേ അതവൻ കണ്ടിരുന്നു. അതുകൊണ്ട് നിന്റെ ചോദ്യമൊന്നും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇന്നതുപോലെ ഒളിപ്പിച്ചു വെക്കാൻ അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അരവിന്ദ്. വിലാസിനെ പറഞ്ഞതുപോലെ ചേരാത്തതൊന്നും ഒരുപാട് നിലനിൽക്കില്ല. അതുപോലെ ഇതും. നാവിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവന് ജീവിതത്തിൽ കല്ലും മുള്ളും ചവിട്ടുമ്പോ കാല് പതറും, വേദനിക്കും. ഒന്നും വേണ്ടായിരുന്നു എന്ന് കരുതി കുറ്റബോധം തോന്നി നാട് വിട്ടിട്ടുണ്ടാവും നിന്റെ ഏട്ടൻ. ചെയ്തുപോയ പാപങ്ങളുടെ മോക്ഷപ്രാപ്തിക്കായി പോയിട്ടുണ്ടാവും വല്ല കാശിയിലോ രാമേശ്വരത്തോ. അവിടെ പോയി തിരക്ക് നീ. അമ്മയെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. ഇല്ല,
ഇല്ല, എന്റെ ബ്രോ എന്നോട് പറയാതെ നാട് വിട്ടു പോകാനൊന്നും പോകുന്നില്ല. അത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്റെ ബ്രോയെ കാണാതായതിന്റെ പിന്നിലെ അമ്മ മാത്രമായിരിക്കും ഉത്തരവാദി.